വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇപ്പോൾ നല്ല വെയിലൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കണില്ലേ? എല്ലാവരും സൺസ്ക്രീൻ തീർച്ചയായിട്ടും ഉപയോഗിക്കണം, ഉപയോഗിക്കാതിരിക്കരുത്. അപ്പോൾ എങ്ങനത്തെ സൺസ്ക്രീനാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള സൺസ്ക്രീനാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, അങ്ങനെ എല്ലാവർക്കും പല സംശയങ്ങളുണ്ടാവും ഇല്ലേ? ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ എന്താണെന്ന് കാണിച്ചു തരാം. അല്ല, ഇതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ. ഡോക്ടർ എഴുതി തന്നിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. SPF 50 എന്നുള്ള അത്രയെങ്കിലും വരുന്നൊരു സൺസ്ക്രീൻ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിരിക്കണം. ഇത് നമുക്ക് ഈ SPF എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ 30-ൻ്റെയും 15-ൻ്റെയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയെങ്കിലും ഉള്ളത് ഉപയോഗിച്ചാലാണ് നമുക്കൊരു 97% നമുക്ക് ഈ ചൂടിൽ നിന്നും അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം നൽകാൻ കിട്ടുള്ളൂ. പിന്നെ എല്ലായ്പ്പോഴും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം. നമ്മൾ വെയിലുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാമെന്നല്ല, അല്ലാത്ത സമയത്തും നമ്മുടെ ശരീരത്തിൽ ഈ അൾട്രാവയലറ്റ് രശ്മികൾ പതിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് എപ്പോഴും സൺസ്ക്രീൻ നല്ലൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. 2-3 മണിക്കൂർ നേരം മാത്രമാണ് സൺസ്ക്രീൻ നമ്മുടെ മുഖത്ത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സൺസ്ക്രീൻ പുരട്ടണം, അല്ലാതെ അത് ഫുൾ ടൈം ഉണ്ടാവില്ല. എല്ലാവരും സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിയിരിക്കണം. അപ്പോൾ സൺസ്ക്രീനൊക്കെ ഇത്ര ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ചൂടെന്ന് വെച്ചാൽ അത്ര ഭയങ്കര ചൂടൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മേടിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ.